വരൂ സാർ, വരൂ വരൂ വരൂ. സോറി ജയ്, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതൊന്നും യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ അകത്തേക്ക് വരുമോ? ഇവളാണ് എൻ്റെ വൈഫ് ഋതു. പിന്നെ ഇദ്ദേഹമാണ് അജിത് കുമാർ. ഹലോ. താങ്ക് യു. ഒരു സെൽഫി എടുക്കാമോ? ഓ ഷുവർ. വെരി നൈസ്. അമ്മ, വീട് മുഴുവൻ ഞാൻ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ അവളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഇന്നലെ രാത്രി ഒന്നും അവള് കഴിച്ചില്ല. ഒന്നും കഴിക്കാതെ കിടന്ന അവിടെ ശരീരത്തിന് വല്ലതും പറ്റിയാലോ? അത് ഞാൻ സംസാരിക്കാം. അമ്മ പോയിട്ട് ഫുഡ് എടുത്ത് വയ്ക്ക്. അവള് കഴിക്കുമോ ഇല്ലയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്ന് കഴിക്കുക, നിനക്ക് ഒരുപാട് ജോലിയുള്ളതാ. എഴുന്നേക്ക് മരുമകളെ, ഇത് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുത്തോണ്ട് വന്നിരിക്കുക. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുക, മര്യാദയ്ക്ക് കഴിക്കേ, ഇല്ലെന്നുണ്ടെങ്കിൽ കഴിക്കടി. നല്ലപോലെ കഴിച്ചില്ലെങ്കിൽ എന്തിനാടി ജോലി തന്നെ? നിനക്ക് തടി ഭ്രാന്ത് പിടിച്ചോ? അമ്മ, അമ്മ, പെട്ടെന്ന് കഥ അടക്കേ. ഇവളെടുത്ത് ഇങ്ങനെല്ലാം പറഞ്ഞ അവള് കേക്കത്തില്ല. ഇവൾക്ക് ഇവള് അഹങ്കാരമാണോ? ഇവിടുന്ന് ഓടാൻ ശ്രമിക്കുന്നോ നീ? രക്ഷപ്പെടാൻ നോക്കുന്നോടി. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാത്രമല്ല, ഈ റൂമിന് പുറത്തേക്ക് നിനക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇതേ നോക്കടി, എല്ലാ സ്ഥലത്തും ഞാൻ CCTV ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നോക്കേ. ഇനി ഒരു പ്രാവശ്യം കൂടി രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ നിന്നെ കൊന്നുകളെ ഞാൻ. മനസ്സിലായോ? ഓ ഓടി നടക്ക്. രക്ഷപ്പെടാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് തീർത്ത് കളഞ്ഞ. ഇവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അമ്മേ. വീട് രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ എവിടെ ഓടിപ്പോകാനാ? അവളുടെ അച്ഛൻ്റെ അടുത്തല്ലേ അവള് പോകൂ.
ഇവൾ അവിടെ ചെന്ന് എത്തും മുന്നേ ഇവള് ചെയ്തത് അവളുടെ അച്ഛൻ അയച്ചു കൊടുക്കാം. എന്താണെന്നോ നാളെ അങ്ങോട്ട് അവള് പോകുമ്പോഴേ അവള് പറയണത് ആരും വിശ്വസിക്കരുത്. എല്ലാവരും ഇവളെ തന്നെ തെറ്റായിട്ട് ചിന്തിക്കണം. രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. കണ്ടില്ലേ എങ്ങനെ അലറി വിളിക്കുവാണെന്ന്. ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇതൊക്കെ നാട്ടിലുള്ള എല്ലാവരും അറിയും. ഇത് എന്റെ മോൾ ഇതുപോലെ എവള് ഇത് എന്റെ മോളാണ്. മോനെ എന്തോ ഇതൊക്കെ? എന്തിനാ ഇതൊക്കെ എനിക്ക് അയച്ചത്? നിങ്ങളുടെ മകള് വെറും നാണമില്ലാത്തവളാ. നമ്പർ 1 ഫ്രോഡാണ് അവള്. ഒരാളുടെ കൂടെ മാത്രമല്ല, അവൾക്ക് പല ആളുടെ കൂടെയും ബന്ധമുണ്ട്. ഇപ്പോ ഇവള് കാരണം ഞങ്ങളുടെ കുടുംബം തന്നെ നാണം കെട്ട് നിൽക്കുക. നിങ്ങളെ പോലും അവള് വെറുതെ വിട്ടിട്ടില്ല. നോക്കുമ്പോൾ ഞാൻ പറയുന്ന കേക്ക്, ദയവ് ഇതൊന്ന് കേക്ക്. ഇത് എന്തെങ്കിലും ഫ്രോഡ് പണിയായിരിക്കാം. കാരണം എന്റെ മോള് അത്ര നല്ലവളാ. എന്തോ ഒരു ചിലപ്പോ അത് സത്യമാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും? ഹലോ മോനെ, മോനെ ഞാൻ പറയുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്റെ മോൾ ഇങ്ങനെ ചെയ്തു? എന്റെ മോൾ എങ്ങനെ? ഇല്ലല്ല, എന്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. അതെന്റെ മോളല്ല. പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കേ. പ്ലീസ് ഞാൻ പൊക്കോട്ടെ. ഈ സാരി എടുത്തേക്ക്. നീ എന്ത് ചെയ്താലും ഞാനത് എടുത്തുകൊടുക്കില്ല. ഞാൻ ഇനി ഇത് ചെയ്യില്ല. പറഞ്ഞാ ചെയ്യില്ലേ നീ? പ്ലീസ് ഇതൊന്നും ചെയ്യരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. നീ പറയുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ഇഞ്ചക്ഷൻ വേണ്ട പ്ലീസ്. അങ്ങനെ വഴിക്കവാ. ഇപ്പൊ തന്നെ ഈ സാരി എടുത്തേക്ക്. ആ സമയം കൊണ്ട് ഞാൻ പോയി NRIയോട് നിന്നെ പറ്റിയുള്ള ഡീല് സംസാരിച്ചിട്ട് വരാം. പിന്നെ അതേ നോക്ക്, ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഡ്രാമ കളിക്കുവാണെങ്കിൽ ഓർമ്മയുണ്ടല്ലോ. Wow. Sure. ഒരു മിനിറ്റ്, ഇത് പിടിച്ചോ അഡ്വാൻസ്. ഒരാഴ്ചത്തേക്ക് ഞാനും ഇവളും കൂടി വെക്കേഷന് പോകാമെന്ന് വിചാരിക്കുക. NRI ഗിർദുവിനെ ഒരുപാട് ഇഷ്ടമായി. ഒരാഴ്ചത്തേക്ക് വെക്കേഷനിൽ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞേക്കുന്നത്. അമ്മ ഇരുന്ന് കാശ് എണിക്കോ, ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം.
രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരെങ്കിലും ഡോക്ടറെ ഒന്ന് വിളിക്ക്. നിക്കടി. രക്ഷിക്ക്. എവിടെയാടി നീ പോന്നേ? എവിടെയാടി? എവിടെ പോന്നേ? വിടാനോ? ജയ് പെട്ടെന്ന് വാടാ. അമ്മേ, അമ്മ, അവൾ ഓടിപ്പോയി. ആദ്യം അവളെ പോയി പിടിക്കേ. അച്ഛാ, അച്ഛാ, അച്ഛാ. ഇന്ന് ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. അച്ഛൻ ഞാൻ പറയുന്ന എല്ലാം മനസ്സിലാക്കും. അച്ഛാ, അച്ഛൻ എവിടെയാ? അച്ഛാ, 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 അച്ഛനത് എന്താ ചെയ്തത്? അച്ഛാ. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം സർ. ഞാൻ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് സർ. എന്റെ ഭർത്താവ് ജയ്, അദ്ദേഹത്തിന്റെ അമ്മ ഒരു വളരെ വൃത്തിയായിട്ട ആളുകളാ സർ. അവരെന്നെ നിർബന്ധിച്ച് അനാവശ്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് സർ. അവരെ കാരണം എന്റെ അച്ഛൻ ഇന്ന് ആത്മഹത്യ പോലും ചെയ്തു സർ. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. ഇവളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. കൊണ്ടുപോ. സർ, സർ, നിങ്ങൾ എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പറയാം. ഇവൾ ഇവിടെ നിന്ന് എങ്ങനെ കള്ള പറയുന്നത് കണ്ടില്ലേ സാർ? നോക്കൂ സാർ, നിങ്ങൾ തന്നെ കണ്ടില്ലേ സാർ? എന്റെ അമ്മയെ അടിച്ച് കൊല ചെയ്യാൻ നോക്കിയത് കണ്ടില്ലേ സാർ? എന്നെ ഇവള് കൊല്ലാനായിട്ട് ട്രൈ ചെയ്തതാ സാർ. സർ, ഇവര് പറയുന്നത് മൊത്തം നുണയാണ്. ഞാൻ പറയുന്നതാണ് സത്യം സർ. സർ, ഞാൻ അപകടത്തിലാണ് സർ. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വല്ല എവിഡൻസ് ഉണ്ടോ കയ്യിൽ? എവിഡൻസോ? സർ, ഞാൻ നേരിട്ട് നിങ്ങളുടെ മുമ്പ് നിൽക്കാൻ, എന്നിട്ട് നിങ്ങൾ എവിഡൻസ് ചോദിക്കുകയാണോ? നോക്കൂ മാഡം, ഇവിടത്തെ വിഷയം തന്നെ വേറെയാ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കത്തില്ല. അങ്ങനെ നിങ്ങളുടെ മേലെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അയാളുടെ ജീവിതത്തെ നാശമാക്കിയതായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തെറ്റായ ജോലി ചെയ്യുന്നു എന്നും പല പേരായി നിങ്ങൾക്ക് അഫയർ ഉണ്ടായിരുന്നു എന്നും അവർ വല്ലതും പറഞ്ഞാൽ അവരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയതും അവരെ നിങ്ങൾ തല്ലിയ എവിഡൻസ് അവരുടെ കയ്യിലുണ്ട്. ഫോട്ടോസും വീഡിയോസും ഇവിടെ ഉണ്ട്, നോക്കൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയും ഇവര് പറയുന്നതാണ് സത്യമെന്ന്. അല്ല സർ, ഇതെല്ലാം നുണയാ സർ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സർ. ഈ വീഡിയോയിലുള്ളത് നിങ്ങളല്ലേ? സർ, അത് ഞാൻ തന്നെയാ. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്ക് സർ. ഇവര് കാരണമാണ് ഞാൻ. മതി, നിർത്തു. ഇവരെ പിടിച്ച് അകത്തിടും. സർ, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക് സർ. സർ, ഇവര് നുണ പറയാ സർ. പ്ലീസ് സർ. സർ, 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 പ്ലീസ്, ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം സർ. സർ, അവർ പറയുന്നത് മുഴുവൻ നുണയാ. നുണയന്മാരാ അവര്. നിങ്ങൾ പോകൂ. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങളെ വിളിക്കാം. ആ ശരി സാർ. ഋതു, മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. സർ, സർ. ഹേയ്, മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ ഈ വാശിയൊക്കെ വിട്. ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്. ഇല്ലെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കും. നീ ഒരു യെസ് പറഞ്ഞ കംപ്ലൈന്റ് ഞാൻ വാപ്പസ് ചെയ്യാം. യെസ് എന്ന് പറയും. ഞാൻ പറഞ്ഞ നീ അനുസരിക്കുമല്ലോ? ആ ചെയ്യില്ലല്ലേ? നിന്റെ ഈ വാശി തന്നെ നിന്റെ ജീവിതം നശിപ്പിച്ചിരിക്കും. മാഡം, മാഡം, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. മാഡം, പ്ലീസ് സാറിനെ വിളിപ്പിക്കണം. എനിക്ക് കൺഫ്യൂസ് ചെയ്യാനുണ്ട്. സർ, എൻ്റെ ഭർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ് സർ. സർ, നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് ധാരാളം ബോയ് ഫ്രണ്ട്സ് ഉണ്ട് സർ. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് സർ. സർ, ഇതെല്ലാം ഞാൻ വിനീത് പറയുന്നത് വെച്ച് ചെയ്തതാ സർ. അവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് സർ. അതുപോലെ ഇവരെല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ്. ഒന്നും പറയാതിരുന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പറ, ഋതു പറഞ്ഞതെല്ലാം സത്യമാണോ? നിങ്ങളെ രണ്ടുപേരും ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്?
സത്യം പറയുന്നോ അതോ സ്റ്റേഷനിൽ വെച്ച് അഴിയണോ? സാർ അത് ഋതു നുണ പറയാ സാർ. ഇതെല്ലാം ജയിൻ്റെ പ്ലാനാ സാർ. അവനാ ഋതുവിനെ ഈ പാഴയ ബിസിനസ്സിൽ തള്ളിവിട്ടത് സാർ. ഞാൻ ജസ്റ്റ് അവനെ ഹെൽപ്പ് ചെയ്തേ സാർ. നീ ഹെൽപ്പ് ചെയ്യുന്നു? നിന്നെ പോലത്തെ ആൾക്കാർ കാരണം എത്ര പെമ്പിള്ളേരെ ജീവിതം പാഴാ പോയി കിടക്കണേ. കൊണ്ടുപോയി സർ 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 പറയുന്നത് കേൾക്കൂ സർ. ഋതു, ഞാനൊന്ന് പറയട്ടെ. ഈ ആദ്യത്തെ അടി എന്നെ ഈ വൃത്തികേടിൽ കൊണ്ടുപോയി തള്ളിയിട്ട് ആ ദിവസത്തിന് വേണ്ടിയാ. ഈ രണ്ടാമത്തെ അടി ഇത് നീ എന്നെ നാണം കെടുത്തി ആ ദിവസത്തിന് വേണ്ടിയുള്ളതാ. അതുപോലെ മൂന്നാമത്തെ ഈ അടി ഇതാ നിമിഷത്തിന് വേണ്ടിയാ. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത നിമിഷം. മിണ്ടാതിരിക്കടാ. മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാതാക്കും ഞാൻ. അവര് തല്ലിയതൊക്കെ വെറുതെയാ. നിയമം നിന്നെ തൂക്കിൽ കൊണ്ടെത്തിക്കും. എന്താ അമ്മേ, എങ്ങോട്ടാ? ഇതുപോലത്തെ ഒരു നാണമില്ലാത്ത ജോലി ചെയ്യാൻ ഋതുവെ നിങ്ങൾ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനുള്ള ശിക്ഷ നിങ്ങൾ രണ്ടുപേർക്കും കിട്ടും. രണ്ടുപേരെയും കൊണ്ടുപോ. മോനെ